ഓം ശ്രീ ഗണേശായ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ കുലദേവതായേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ വിഷ്ണു സഹസ്രനാമത്തിലെ ഫലശ്രുതിയാണ്. നമ്മൾ വിഷ്ണു സഹസ്രനാമം നിത്യം പാരായണം ചെയ്താലുണ്ട് ഫലങ്ങൾ, അതിന്റെ ഗുണങ്ങൾ നമുക്ക് എന്താണോ അതാണ് വിവരിക്കുന്നത്. 23 ശ്ലോകങ്ങളാണ്, അതിന്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. അതിൽ നമ്മൾ പൊതുവെ എല്ലാവരും ഒരു ശ്ലോകമാണ് 3 വട്ടം ചൊല്ല് അവസാനിപ്പിക്കുന്ന. ഇതിപ്പം 23 ശ്ലോകങ്ങളുടെ വിവരണം എന്ന് വെച്ചാൽ നമ്മൾ ശ്രീ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാലുള്ള ഗുണങ്ങൾ എന്താണ്. എല്ലാ മനുഷ്യരും ഓരോ കാര്യങ്ങളും ചെയ്യുന്ന എന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണല്ലോ. അപ്പൊ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാലുള്ള ഗുണങ്ങൾ എന്താണ് ഇവിടെ വിവരിക്കാൻ പോകുന്നത്. ഓരോ ശ്ലോകങ്ങളുടെ അർത്ഥമാണ് പറയുന്നത്. ആദ്യത്തെ ശ്ലോകം വനമാലി ഗതേശാർഗി ശംഖി ചക്രീ ച നന്ദകി ശ്രീമന്നാരായണോ വിഷ്ണുർ വാസുദേവോഭിരക്ഷതു. വനമാലയും ഗദയും ശാരംഗമെന്ന വില്ലും ശംഖും ചക്രവും നന്ദകമെന്നു പേരുള്ള വാളും ധരിച്ച വാസുദേവനും ശ്രീമന്നാരായണനുമായ സാക്ഷാൽ മഹാവിഷ്ണു എല്ലാവരെയും രക്ഷിക്കട്ടെ. രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം മഹാത്മാവായ കേശവിന്റെ 1000 ദിവ്യനാമങ്ങൾ ഒരു നാമവും ഒഴിയാതെ കീർത്തനം ചെയ്തിരിക്കുന്നു. 3 ആരാണോ ഈ സ്തോത്രം നിത്യേന കേൾക്കുകയോ പാരായണം നടത്തുകയോ ചെയ്യുന്നത് അവൻ ഈ ലോകത്തിലും പരലോകത്തിലും മംഗളം ലഭിക്കുന്നു. 4 വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ ബ്രാഹ്മണന് എന്നുവെച്ചാൽ ജ്ഞാനിക്ക് വേദാന്തം അനുഭൂതി പ്രദമാകുന്നു. ക്ഷത്രിയന് വിജയം കൈവരിക്കുവാനും വൈശ്യന് ധനാഭിവൃദ്ധിയും ശൂദ്രന് സൗഖ്യവും ലഭിക്കുന്നു. 5 ധർമ്മം ആഗ്രഹിക്കുന്നവൻ ധർമ്മവും ധനം ആഗ്രഹിക്കുന്നവന് ധനവും സുഖത്തെ ആഗ്രഹിക്കുന്നവർക്ക് സുഖവും സന്താനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സന്താനത്തെയും ലഭിക്കുന്നു. ധനം എന്ന വാക്കിൽ നിന്ന് അർത്ഥമാകുന്നത് പണം, സ്നേഹം, കാരുണ്യം, ബുദ്ധി, ബലം തുടങ്ങിയവയെല്ലാമാണ്. 6-7 ശ്ലോകങ്ങൾ. ഭക്തിയോടെയും ശ്രദ്ധയോടെയും ശുദ്ധിയോടെയും മനസ്സ് പൂർണ്ണമായും ശ്രീ വിഷ്ണുവിൽ സമർപ്പിച്ച് ആരാണോ ഭഗവാന്റെ 1000 നാമങ്ങൾ ജപിക്കുന്നത് അവൻ കീർത്തിയും പ്രമുഖ സ്ഥാനവും അക്ഷയമായ ഐശ്വര്യവും ഏറ്റവും ഉന്നതമായ ആധ്യാത്മിക പ്രശസ്തിയും ലഭിക്കുന്നതാണ്. 8 അവൻ ഭയമുണ്ടാവുന്നില്ല, വീര്യവും തേജസ്സും ലഭിക്കുന്നു. രോഗമില്ലാത്തവനും കാന്തിയുള്ളവനും ബലം, രൂപം, ഗുണം എന്നിവയാൽ അനുഗ്രഹീതനും ആകിയിരിക്കും. 9 രോഗി രോഗവിമുക്തനാകുന്നു. ബന്ധനസ്ഥനായവൻ എന്ന് വെച്ചാൽ ശാരീരിക, മാനസിക, ബൗദ്ധിക ബന്ധനം മോചിതനാകുന്നു. ഭയമുള്ളവൻ ഭയത്തിൽ നിന്ന് വിമോചിതനാകുന്നു. ആപത്തിൽപ്പെട്ടവൻ രക്ഷപ്പെടുന്നു. 10 വിഷ്ണു സഹസ്രനാമത്താൽ നിത്യവും ഭക്തിയോടെ പുരുഷോത്തമനെ ആരാണോ സ്തുതിക്കുന്നത് അവൻ എല്ലാ വിഷമത്തെയും അതിജീവിക്കുന്നു. 11 വാസുദേവൻ മാത്രമാണ് ശരണമെന്നും വാസുദേവനാണ് പരമമായ പ്രാപ്യസ്ഥാനമെന്നും ആരാണോ വിശ്വസിക്കുന്നത് അവൻ സർവപാപങ്ങളിൽ നിന്നും മോചിതനായി വിശുദ്ധനായി സനാതനമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. 12 വാസുദേവ ഭക്തന്മാർക്ക് അമംഗളം സംഭവിക്കുകയില്ല. ജനനം, മരണം, വാർദ്ധക്യം, രോഗം എന്നിവയാൽ അവർക്കു ദുരിതം അനുഭവിക്കേണ്ടി വരികയില്ല. 13 വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി പാരായണം ചെയ്യുന്നവൻ മനസ്സന്തോഷം, ക്ഷമ, ഐശ്വര്യം, ധൈര്യം, ഓർമ്മശക്തി, പ്രശസ്തി എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. 14 പുരുഷോത്തമനാൽ അനുഗ്രഹീതനായ ഭക്തൻ കോപമോ അസൂയയോ അത്യാഗ്രഹമോ അശുഭമായ ചിന്തകളോ ഉണ്ടാകുകയില്ല. 15 ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രങ്ങൾ എന്നിവയോടുകൂടിയ ആകാശം, ദിക്കുകൾ, ഭൂമി, മഹാസമുദ്രം എന്നിവ മഹാത്മാവായ വാസുദേവന്റെ ചൈതന്യത്താൽ നിലനിൽക്കുന്നു. 16 ദേവന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, പാമ്പുകൾ, രാക്ഷസന്മാർ തുടങ്ങിയ ജഗത്തിലുള്ള സകല ചരാചരങ്ങളും ശ്രീകൃഷ്ണന്റെ അധീനത്തിലാണ്. 17 ഇന്ദ്രിയങ്ങൾ എന്ന് വെച്ചാൽ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, പ്രാണൻ, തേജസ്, ബലം, ധൈര്യം, ക്ഷേത്രം എന്ന് വെച്ചാൽ ശരീരം, ക്ഷേത്രജ്ഞൻ എന്ന് വെച്ചാൽ ആത്മാവ് എന്നിവയെല്ലാം വാസുദേവൻ തന്നെ. എല്ലാം വാസുദേവനിൽ അടങ്ങിയിരിക്കുന്നു. 18 എല്ലാ ആഗമശാസ്ത്രങ്ങളും ആചാരത്തിനാണ് പ്രഥമ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത്. ധർമ്മമാണ് ആചാരത്തിന് അടിസ്ഥാനം. ധർമ്മത്തിന്റെ പ്രഭു അച്യുതനാണ്. ഭഗവാൻ ധർമ്മം തന്നെ.
19 ഋഷികൾ, പിതൃക്കൾ, ദേവന്മാർ, പഞ്ചമഹാഭൂതങ്ങൾ എന്ന് വെച്ചാൽ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ധാതുക്കൾ, സർവചരാചരങ്ങൾ തുടങ്ങിയവയെല്ലാം അടങ്ങിയ ലോകം ശ്രീനാരായണനിൽ നിന്നാണ് ആവിർഭവിച്ചത്. 20 യോഗം, സാഖ്യം, എല്ലാ ശാഖയിലുള്ള വിദ്യകൾ, ശില്പം, വേദങ്ങൾ തുടങ്ങിയ എല്ലാ ശാസ്ത്രങ്ങളും ശ്രീ ജനാർദ്ദനിൽ നിന്നാണ് ഉദ്ഭവിച്ചത്. 21 ശ്രീ വിഷ്ണു മാത്രമാണ് പരമസ്വരൂപൻ, മറ്റെല്ലാം വൈവിധ്യമുള്ള അന്യപദാർത്ഥങ്ങളാണ്. ഭഗവാൻ 3 ലോകങ്ങളെയും ആവരണം ചെയ്ത് എല്ലാത്തിനെയും അനുഭവിക്കുന്നു. 22 സുഖവും ശ്രേയസ്സും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭക്തൻ വ്യാസവിരചിതമായ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്രദ്ധയോടെ പഠിക്കേണ്ടതാണ്. 23 ആരാണോ വിശ്വേശ്വരനും പ്രപഞ്ചത്തിന്റെ ഉദ്ഭവത്തിനും ലയത്തിനും കാരണമായവനും സ്വയം ജനിക്കാത്തവനും താമരദളത്തോട് സദൃശമായ കണ്ണുകളോടും കൂടിയവനായ ഭഗവാനെ ഭജിക്കുന്നത് അവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവുകയില്ല. ഇതാണ് ഫലശ്രുതി 23 ശ്ലോകങ്ങളായിട്ട്. ഹരേ കൃഷ്ണ.